ഓണം വന്നാലും ഉണ്ണി പിറന്നാലും രാജ്യത്തെ ദരിദ്രനാരായണന്മാർക്ക് കഞ്ഞി കുമ്പിളിൽ പോലും കിട്ടാത്ത അവസ്ഥയാണെങ്കിലും രാജ്യത്തെ അതിസമ്പന്നർ വീണ്ടും 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 സമ്പന്നനായിക്കൊണ്ടിരിക്കുകയാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. രാജ്യത്തെ 500 വൻകിട സ്വകാര്യ കമ്പനികളുടെ മൂല്യം ചേർന്നാൽ ഇന്ത്യയുടെ GDP-യോളം എത്തുമെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നത്. ബർഗണ്ടി പ്രൈവറ്റ് ഹൂറൂൺ ഇന്ത്യയുടെ 2024 കണക്ക് പ്രകാരം രാജ്യത്തെ ഏറ്റവും മൂല്യമുള്ള 500 സ്വകാര്യ മേഖലാ കമ്പനികളുടെ ആകെ മൂല്യം 324 ട്രില്യൺ രൂപയാണ്. 2024-25 കാലയളവിൽ ഇന്ത്യയുടെ GDP-യും ഏകദേശം 324.11 ട്രില്യൺ രൂപയാണ്. UAE, ഇന്തോനേഷ്യ, സ്പെയിൻ എന്നിവയുടെ സംയുക്ത GDP-യെ കവച്ചുവെക്കും ഈ 500 കമ്പനികളുടെ മൊത്തം മൂല്യം. ഈ 500 കമ്പനികളിലെ ആദ്യത്തെ 10 എണ്ണത്തിന്റെ മൊത്തം മൂല്യം ഏകദേശം 1.1 ട്രില്യൺ ഡോളർ, അതായത് 96 ലക്ഷം കോടി രൂപയാണ്. സൗദി അറേബ്യയുടെ മൊത്തം GDP-യെ മറികടക്കും ഇത്. ഇന്ത്യയുടെ GDP-യുടെ ഏകദേശം 1/3 ഈ 10 സ്ഥാപനങ്ങളുടെ മൂല്യം വർദ്ധിച്ചത്. ഇന്ത്യയിലെ മികച്ച 500 കമ്പനികളുടെ മൊത്തം മൂല്യത്തിൽ 30% ഈ 10 കമ്പനികളുടേതാണ്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഈ 10 കമ്പനികളുടെ മൊത്തം മൂല്യം 22.7 ലക്ഷം കോടി രൂപയാണ് വർദ്ധിച്ചത്. ഇന്ത്യയുടെ കോർപ്പറേറ്റ് മേഖലയിൽ അസാധാരണമായ വളർച്ചയാണ് ഇത് കാണിക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ഏറ്റവും അധികം വളർച്ച സ്വന്തമാക്കിയതും കോർപ്പറേറ്റ് മേഖലയാണ്. നരേന്ദ്രമോദി സർക്കാരിന്റെ കോർപ്പറേറ്റ് പീഡന നടപടികളും നികുതി ഇനത്തിൽ ഉൾപ്പെടെ നൽകിയ ആനുകൂല്യങ്ങളുമാണ് കോർപ്പറേറ്റ് കമ്പനികൾ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കിയതെന്നാണ് എടുത്തു പറയേണ്ട വസ്തുത. രൂപയുടെ മൂല്യത്തകർച്ചയ്ക്കിടയിലും ഈ 500 കമ്പനികളുടെ വളർച്ച അതിവേഗമായിരുന്നു. ഈ രാജ്യത്തിനകത്ത് നിർണീത കാലയളവിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മൊത്തം വസ്തുക്കളുടെയും സേവനത്തിന്റെയും വിപണി മൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അഥവാ GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്. ഈ രാജ്യത്തിന്റെ സാമ്പത്തിക ശേഷി അളക്കുന്നതിനുള്ള സൂചികയാണ് ഈ GDP. മുകേഷ് അംബാനി നയിക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് പട്ടികയിൽ ഒന്നാമത്. 17.5 ട്രില്യൺ രൂപയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ മൂല്യം. മുൻ വർഷത്തെ അപേക്ഷിച്ച് 12% വർധനയാണ് ഇത് കാണിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും മൂല്യമേറിയ കമ്പനിയും റിലയൻസ് ആണ്. തുടർച്ചയായി 4ാം വർഷമാണ് റിലയൻസ് 1ാം സ്ഥാനത്ത് എത്തുന്നത്. തൊട്ടു പിന്നാലെയുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിനേക്കാൾ കുറഞ്ഞത് 1.9 ലക്ഷം കോടി രൂപയുടെ മൂല്യം കൂടുതലുണ്ട് റിലയൻസിന്. 2ാം സ്ഥാനത്തുള്ള ടാറ്റ കൺസൾട്ടൻസി സർവീസിന്റെ വിപണി മൂല്യം 16.1 ലക്ഷം കോടി രൂപയാണ്. തൊട്ടു മുൻ വർഷത്തേക്കാൾ 30% വർധനവുണ്ടാക്കിയാണ് ടാറ്റയുടെ കുതിച്ചുചാട്ടം. HDFC ബാങ്ക് ആണ് 3ാം സ്ഥാനത്ത്. 26% വർദ്ധിച്ച് 14.2 ലക്ഷം കോടി രൂപയായിട്ടുണ്ട് ബാങ്കിന്റെ വിപണി മൂല്യം. ലിസ്റ്റിൽ ഈ വർഷം ICICI ബാങ്കിനെ 5ാം സ്ഥാനത്തേക്ക് പിന്തള്ളി ഭാരതി എയർടെൽ 4ാം സ്ഥാനത്തെത്തി. ഇൻഫോസിസ് ആണ് 6ാമത്. ഭാരതി എയർടെൽ ആണ് ഈ കാലയളവിൽ ശ്രദ്ധേയമായ നേട്ടമുണ്ടാക്കിയ ഒരു സ്ഥാപനം. 75% വളർച്ച കൈവരിച്ച കമ്പനി മൂല്യത്തിൽ 4 ലക്ഷം കോടി രൂപയുടെ വർധനമാണ് ഉണ്ടാക്കിയത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും അഥവാ NSE-യും ശ്രദ്ധേയമായ കുതിപ്പ് നടത്തി. 201% വളർച്ചയോടെ 4.7 ലക്ഷം കോടി രൂപയിലേക്കാണ് NSE-യുടെ ആകെ മൂല്യം എത്തിയത്. അങ്ങനെ ലിസ്റ്റിൽ ആദ്യ 10ലേക്ക് ആദ്യമായി NSE കയറിക്കൂടി. ലിസ്റ്റിലെ 82 കമ്പനികൾ പട്ടികയിൽ പുതുമുഖങ്ങളാണ്. കഴിഞ്ഞ വർഷത്തേക്കാൾ 21 കൂടുതലാണിത്. സെപ്റ്റോ, ഫിസിക്സ് വാല, ഓയോ, സെറോദ തുടങ്ങിയ സ്റ്റാർട്ടപ്പുകൾ 2024 ശ്രദ്ധേയമായ നേട്ടങ്ങൾ ഉണ്ടാക്കിയ കമ്പനികളിൽ പെടും. ഫിസിക്സ് വാല മൂല്യത്തിൽ 172% വർധനയോടെ അസാധാരണമായ വളർച്ചയാണ് കൈവരിച്ചത്. ലിസ്റ്റ് പ്രകാരം രാജ്യത്ത് അതിവേഗം വളരുന്ന കമ്പനി മോത്തിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസ് ആണ്. 297% വളർച്ചയോടെയാണ് മോത്തിലാൽ ഓസ്വാൾ അതിവേഗം വളരുന്ന കമ്പനികളുടെ പട്ടികയിൽ മുന്നിലെത്തിയത്. തൊട്ടു പിന്നാലെ ഐനോക്സ് വിൻഡും സെപ്റ്റോയുമാണുള്ളത്. ഇവരുടെ മൂല്യം ഈ വർഷം 3 ഇരട്ടിയായാണ് വർദ്ധിച്ചത്. 65 കമ്പനികൾ അവരുടെ മൂല്യം ഇരട്ടിയാക്കിയെന്നതാണ് ഇത്തവണത്തെ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്ന മറ്റൊരു പ്രധാന വസ്തുത. കൂടാതെ 296 കമ്പനികൾ മൊത്തം 51% അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. ആക്സിസ് ബാങ്കിന്റെ അനുബന്ധ വിഭാഗമായ ബർഗണ്ടി പ്രൈവറ്റും ഇന്ത്യയിലെ സമ്പത്ത്, സംരംഭകത്വ, ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകൾ കൈകാര്യം ചെയ്യുന്ന ഹുറൂൺ ഇന്ത്യയും ചേർന്ന് പുറത്തിറക്കുന്ന വാർഷിക റിപ്പോർട്ടാണ് ബർഗണ്ടി പ്രൈവറ്റ് ഹുറൂൺ ഇന്ത്യ റിപ്പോർട്ട്. വർഷത്തിൽ ഇന്ത്യയിലെ
ഏറ്റവും മൂല്യമേറിയ 500 സ്വകാര്യ കമ്പനികളെ അവരുടെ വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ചെയ്യാറുള്ളത്. റിപ്പോർട്ട് ആദ്യമായി 2021 പുറത്തിറക്കിയത്. തുടർന്ന് 2022, 23, 24 വർഷങ്ങളിലും ഇത് പ്രസിദ്ധീകരിച്ചു. 2024 പതിപ്പിൽ ഈ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള കമ്പനികളുടെ കുറഞ്ഞ മൂല്യം 9580 കോടി രൂപയാണ്. 2023 പതിപ്പിൽ പട്ടികയിൽ ഉൾപ്പെടുന്നതിനുള്ള കുറഞ്ഞ മൂല്യം 6700 കോടി രൂപയായിരുന്നു. അതായത് 2023 അപേക്ഷിച്ച് 43% വർധന. 2023 ഉൾപ്പെട്ട 500 കമ്പനികളുടെ മൊത്തം മൂല്യം 231 ലക്ഷം കോടി, അതായത് 2.8 ട്രില്യൺ US$ ആയിരുന്നു. കമ്പനികളുടെ ആകെ മൂല്യത്തിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 40% വർധനയാണ് ഇത്തവണ കാണിക്കുന്നത്. ഇന്ത്യയിലെ വ്യത്യസ്ത നഗരങ്ങളിലെ കമ്പനികളുടെ വളർച്ചയും വൈവിധ്യവും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മുംബൈ, ബംഗളൂരു, ഡൽഹി തുടങ്ങിയ വൻ നഗരങ്ങൾ മാത്രമല്ല, തൃശൂർ, കൊച്ചി, സൂറത്ത് പോലുള്ള നഗരങ്ങളും ഇതിനായുള്ള ഗവേഷണത്തിന്റെ ഭാഗമാണ്. 2024 പട്ടികയിൽ 43 നഗരങ്ങളിൽ നിന്നുള്ള കമ്പനികളാണ് ഉൾപ്പെടുന്നത്. മുംബൈയിൽ നിന്നുള്ള 154 കമ്പനികളും ബംഗളൂരുവിൽ നിന്ന് 44, ന്യൂഡൽഹിയിൽ നിന്ന് 37 മുന്നിലുള്ളത്. വളർച്ചയിലുള്ള ആദ്യ 3 സംസ്ഥാനങ്ങളിൽ ആദ്യമായി ഹരിയാന വൻ മുന്നേറ്റമാണ് നടത്തിയത്. മുംബൈ, ബംഗളൂരു തുടങ്ങിയ പരമ്പരാഗത കേന്ദ്രങ്ങളിൽ കമ്പനികളുടെ എണ്ണത്തിൽ നേരിയ കുറവുണ്ടായപ്പോൾ ഹൈദരാബാദ്, ഗുരുഗ്രാം, നോയിഡ തുടങ്ങിയ നഗരങ്ങളിൽ കമ്പനികൾ ചേക്കേറിയെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കൊറോണ ഇന്ത്യ നേരത്തെ പുറത്തുവിട്ട 2024 സമ്പന്നരുടെ പട്ടികയിൽ ഓരോ 5 ദിവസത്തിലും ഇന്ത്യ ഒരു പുതിയ കോടീശ്വരന്റെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുന്നതായി വെളിപ്പെടുത്തിയിരുന്നു. അതേസമയം തൊഴിലുറപ്പ് ഉൾപ്പെടെയുള്ള അടിസ്ഥാന ജനവിഭാഗത്തിന് നേട്ടമുണ്ടാക്കുന്ന പദ്ധതികൾക്കുള്ള ബജറ്റ് വീതം വെട്ടിക്കുറച്ചും കർഷകരുടെ ആവശ്യങ്ങളോട് മുഖം തിരിച്ചും പാവപ്പെട്ടവന്റെ കഴുത്തിന് പിടിക്കുന്ന മോദി ഭരണകൂടം നികുതി ഇളവുകളിലൂടെയും മറ്റും കോർപ്പറേറ്റുകൾക്ക് തടിച്ചു കൊടുക്കാൻ അവസരം നൽകുന്ന കാഴ്ചയും രാജ്യത്ത് നമുക്ക് കാണാനാകും. കോർപ്പറേറ്റുകളുടെ ലാഭക്കണക്കുകൾ ദരിദ്രന് അന്നമാവില്ലെന്നതിനാൽ ഒരു നേരത്തെ വിശപ്പടക്കാൻ പോലും കഴിയാതെ ഇന്ത്യയിലെ ദരിദ്ര ജനവിഭാഗങ്ങൾ സ്വയം മരണത്തെ വരിക്കുന്നത് കാണാതെ ഈ ഭരണകൂടത്തിന് എത്ര നാൾ മുന്നോട്ട് പോകാനാകും എന്ന ചോദ്യവും ചോദിക്കേണ്ടതുണ്ട്.